ഹായ് ഹലോ കൂട്ടുകാരെ, തുമ്പീസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിങ്ങം 1 കേട്ടോ. ചിങ്ങം 1 നമ്മൾ അമ്പലത്തിൽ പോകാൻ നേരത്തെ എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് 2 ക്ഷേത്രങ്ങളുണ്ട്. 2 അല്ല 3 ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് 2 അമ്പലത്തിൽ പോകുന്നുണ്ട്. രാവിലെ ഒരു ദേവീ ക്ഷേത്രവും ഒരു മുരുകൻ്റെ ക്ഷേത്രവും ഉണ്ട്. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ഞാൻ ഇതിന് മുന്നേയും കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് ദേവീ ക്ഷേത്രം. ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ പേര് വരട്ടച്ചിറ കൊച്ചുമണ്ടയ്ക്കാട് ദേവീ ക്ഷേത്രം എന്നാണ് കേട്ടോ. ഇറങ്ങിയ സമയത്ത് ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ മഴയൊക്കെ അങ്ങ് മാറി. പിന്നെ ഇവിടെ ഈ അമ്പലത്തിലോട്ട് കയറുന്നതിന് പടികളുണ്ട് കേട്ടോ. ദേവി മുകളിലാണ് ഇരിക്കുന്നത്. ആദ്യമേ ഫസ്റ്റിലെ ഈ അമ്പലം പുതുക്കി പണിയുന്നതിന് മുന്നേ താഴ്ന്നിരുന്നതായിരുന്നു. നമ്മൾ നടന്ന് വരുന്ന ഭാഗത്തായിരുന്നു ഈ അമ്പലം. അപ്പോൾ അവിടുന്ന് മാറ്റി പൊക്കത്തിലേക്കാക്കി. കാര്യം റോഡിൽ നിന്ന് നോക്കുമ്പോൾ ദേവിയെ കാണാവുന്ന രീതിയിലാണ് ഇപ്പം ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ പരിസരങ്ങൾ. ഇവിടാണ് ഉത്സവം നടക്കുന്നത്. ഉത്സവവും പിന്നെ ഉത്സവം നടക്കുമ്പോൾ പരിപാടിയൊക്കെ നടത്തുന്ന ഈ അമ്പലത്തിൻ്റെ പരിസരമാണിത്. ഇതാണ് ക്ഷേത്രം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ദേവീ ക്ഷേത്രം. ശക്തി സ്വരൂപിണിയായ ദേവിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് കയറി പ്രസാദമൊക്കെ മേടിച്ചു, ചന്ദനമൊക്കെ മേടിച്ചു. അപ്പം ഞാനേ ഈ സിന്ദൂരം കിട്ടുമ്പം ദേവീക്ഷേത്രത്തിൽ പോകുമ്പോൾ സിന്ദൂരം കിട്ടുമ്പം നെറ്റിയിലും ഇടും, പിന്നെ നമ്മുടെ താലിയിലും ഇടും കേട്ടോ. ഏത് ദേവീക്ഷേത്രത്തിൽ നിന്നായാലും ഞാൻ അങ്ങനെ ഇടും. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് മുരുകൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. പൂജപ്പുര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെതും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ പൊന്നിൻ ചിങ്ങമാസം തിരുവോണം വരവായി അല്ലേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം കേട്ടോ. ഇപ്പം ചിങ്ങം തുടങ്ങുമ്പം തന്നെ എല്ലാവരുടെ മനസ്സിൽ ഓണം ഒരുക്കുന്നത്, പുതിയ ഡ്രസ്സ് മേടിക്കുന്നത്, ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷകളാണ് ചിങ്ങമാസം തുടങ്ങുമ്പോൾ തന്നെ. ഒരുപാട് ചിലവുമാണ്, ഒരുപാട് പ്രതീക്ഷകളുമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ പൂജപ്പുര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇത് മുരുകൻ്റെ അമ്പലമാണ്. ഇവിടെ ഒരു മയിൽക്കൂടുണ്ട് കേട്ടോ. ഞാൻ ആ മയിൽക്കൂടൊക്കെ കാണിച്ചു തരാം. ഈ അമ്പലത്തിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ പരിസരം. ഇതിന് ചുറ്റുണ്ട്. ഈ അമ്പലത്തിൽ ചുറ്റിടണം. പിന്നെ അതേപോലെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ചോറൂണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചോറൂണ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് അമ്പലത്തിലൊക്കെ കയറി തൊഴുതിറങ്ങിയേ. പിന്നെന്താ, ഞാൻ നിങ്ങൾക്ക് മയിൽക്കൂട് കാണിച്ചു തരാം കേട്ടോ. മയിൽക്കൂട് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഒരു 3-4 മയിലുണ്ട് കേട്ടോ. മുരുകൻ്റെ അമ്പലമല്ലേ, അപ്പം മുരുകൻ്റെ വാഹനം എന്ന് പറയുന്നത് മയിൽ വാഹനമല്ലേ. അപ്പോൾ അന്നേരം ഇവിടെ മയിൽക്കൂടുണ്ട്. 4 മയിലോളം ഉണ്ട്. അതാണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പണ്ട് തൊട്ടേ ഉള്ള മയിൽക്കൂടാണ്. മയിൽ പിന്നെ വന്നും പോയൊക്കെ 1-2 ഒക്കെ കൂടിയും കുറഞ്ഞൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് പെൺമയിലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് മാറ്റിയിട്ടിരിക്കുകയാണ് ഇതിനെ. അതേപോലെ അടുത്ത കൂട്ടിലായിട്ടും ഉണ്ട് കേട്ടോ. അതാണ്ടേ ഓരോരോ കൂട്ടിലായിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഒരുമിച്ചിട്ടിട്ടില്ല. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു കൂട്ടിൽ 2 എണ്ണം കിടപ്പുണ്ട്, മറ്റേ കൂട്ടിൽ 1 എണ്ണേ കിടപ്പുള്ളൂ. അത് ആൺമയിലായിരിക്കും എങ്കിൽ ഒറ്റയ്ക്ക് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഒരുമിച്ചല്ല ഇതിനെ ഒന്നും ഇട്ടിരിക്കുന്നത്. ഇനി കൊത്തുകൂടോ അങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 4 മയിലുണ്ട് കേട്ടോ. 4 മയിലുണ്ട് ഇപ്പം നമ്മുടെ അമ്പലത്തിൽ. ചില സമയത്തൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ചില മയിലുകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. അത് എവിടെ നിന്ന് വരുന്നതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ വരികയും ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ അമ്പല ദർശനവും കാര്യങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അമ്പലവും മയിൽക്കൂടും എല്ലാവരും കണ്ടല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറേ നേരമായി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ തുമ്പിക്ക് വയറ് വിശക്കുന്നു. ലൈക്കും കമൻറ്റും ഷെയറും സബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.